വികസനം. റിംഗ് റോഡും പട്ടാമ്പി റോഡും 19 മീറ്റർ വീതിയിൽ വൺ വേ ആയി നിർമ്മിക്കും. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കുന്നംകുളത്ത് യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി KSRTC ബസ് സ്റ്റോപ്പിൽ ഗ്യാസ് സിലിണ്ടറുകൾ. കുന്നംകുളം ടൗണിൽ സ്വകാര്യ ബസിന് പുറകിൽ കാർ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1-ന്റെ 19ാം വാർഷികാഘോഷം നടന്നു. വാർത്തകൾ വിശദമായി. കുന്നംകുളം റോഡ് വികസനം. റിംഗ് റോഡും പട്ടാമ്പി റോഡും 19 മീറ്റർ വീതിയിൽ വൺ വേ ആയി നിർമ്മിക്കും. കുന്നംകുളം നഗര വികസനത്തിന്റെ ഭാഗമായി പട്ടാമ്പി റോഡും റിംഗ് റോഡും 19 മീറ്റർ വീതിയിൽ വൺ വേ ആയി നിർമ്മിക്കും. റോഡ് വികസനത്തിനു വേണ്ടി പട്ടാമ്പി റോഡിൽ 50 കടകളും റിംഗ് റോഡിന് വേണ്ടി 19 കടകളും പൂർണ്ണമായും പൊളിച്ചു നീക്കും. എല്ലാ റോഡ് ജംഗ്ഷനുകളിലും ബെൽ മൗത്തുകൾ നിർമ്മിക്കുന്നതോടെ കുന്നംകുളം നഗരത്തിലെ വാഹന ഗതാഗത തിരക്ക് കുറയ്ക്കാനും യാത്ര സുഗമമാക്കുവാനും കഴിയും. റോഡ് നവീകരണത്തിന് വേണ്ടി പൊളിച്ചു മാറ്റുന്ന കെട്ടിട ഉടമയ്ക്കും കട ഉടമയ്ക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെട്ടിട ഉടമയ്ക്കാണ് കൂടുതൽ നഷ്ടപരിഹാരം ലഭിക്കുക. കട ഉടമകൾക്ക് നഷ്ടപരിഹാരത്തോടൊപ്പം പുനരധിവാസ പാക്കേജ് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. പട്ടാമ്പി റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ബൈജു തിയേറ്റർ റോഡ് വഴി സീനിയർ ഗ്രൗണ്ട് വഴി തൃശൂർ റോഡിൽ പ്രവേശിച്ച് നഗരസഭ ഓഫീസ് മുൻവശം വഴി ഗുരുവായൂർ റോഡിൽ പ്രവേശിച്ച് ഹെർബർട്ട് റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡ് വഴി തുറക്കുളം മാർക്കറ്റിന്റെ മുൻവശത്തൂടെ പാടത്ത് പുതിയതായി റോഡ് നിർമ്മിച്ച് പാറയമ്പാടം കുരിശുപള്ളി ജംഗ്ഷനിൽ എത്തുന്ന വിധമാണ് പുതിയ റിംഗ് റോഡ് വൺ വേ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള നഗരത്തിലെ പാറയിൽ മാർക്കറ്റ് ഇവിടെ നിന്നും തുറക്കുളം മാർക്കറ്റിലേക്ക് മാറ്റി ഈ സ്ഥലത്ത് കുടിയൊഴിപ്പിക്കുന്ന കച്ചവടക്കാർക്ക് പുനരധിവാസം ഒരുക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. റിംഗ് റോഡും പട്ടാമ്പി റോഡും 19 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നഗരത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഓട്ടോറിക്ഷ പാർക്കിങ്ങുകളും മാറുന്നതോടെ യാതൊരുവിധ തിരക്കുകളുമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. നഗരവികസനം യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാരും നഗരസഭയും സ്ഥലം MLA കൂടിയായ മന്ത്രി AC മൊയ്തീനും സജീവമായി രംഗത്തുണ്ട്. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മെയ് 5 വെള്ളിയാഴ്ചയാണ് പൂരമഹോത്സവം. പൂരത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രിയിൽ ചെറിയ കുതിരവേല നടക്കും. പരമ്പരാഗതമായ രീതിയിലുള്ള പൂരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ കുനിയത്തും പ്രൊഫസർ നാരായണൻ നമ്പൂതിരിയും നൈസ് ടിവിയോട് പറഞ്ഞു. മണികണ്ഠൻ കുനിയത്ത് പ്രസിഡന്റും PK ശിവരാമൻ സെക്രട്ടറിയുമായുള്ള ക്ഷേത്ര കമ്മിറ്റിയാണ് പൂരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ചെറിയ കുതിരവേലയോടനുബന്ധിച്ച് ഇന്ന് രണധാര കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളെ സംയോജിച്ചുകൊണ്ട് പ്രസീത ചാലക്കുടിയുടെ ആട്ടക്കളം എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. പൂര ദിവസം ആയ വെള്ളിയാഴ്ച 1 മണിയോടുകൂടി പൂരങ്ങൾ ദേശപൂരങ്ങൾ എഴുന്നള്ളിക്കുന്നു. ക്ഷേത്രം മതിൽക്കകത്തെത്തി ക്ഷേത്രം വലം വെച്ചതിനു ശേഷം കിഴക്കേ മൈതാനിയിൽ കടന്ന് വാദ്യങ്ങൾ അവസാനിപ്പിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പിനായി നിരക്കുന്നു. തത്സമയം ദേവസ്വം ആനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ച് കിഴക്കേ മൈതാനിയിലെത്തി കേളി കൊട്ടുന്നു. കേളി കൊട്ടിക്കഴിയുമ്പോൾ ധാരികൻ ആദ്യം പൂരപ്പറമ്പിലെത്തുന്നു. അതിനുശേഷം കാളിയും എത്തുന്നു. കാളിധാരികന്മാർ മൈതാനിയിൽ എത്തിയാൽ മേളം ആരംഭിക്കുകയായി. കാളിധാരികന്മാർ തേരിൽ കയറി ദേവിയെ വലം വെച്ച് എഴുന്നള്ളിപ്പിന് മുമ്പിൽ നിൽക്കുന്നു. കാളിധാരികന്മാരുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് മതിൽക്കകത്തേക്ക് പ്രവേശിക്കുന്നു. മതിൽക്കകത്തേക്ക് പ്രവേശിക്കുന്നത് ഇളമ്പേറ്റിയ ആന മാത്രമാണ്. മറ്റ് ആനകളെല്ലാം കിഴക്കേ മൈതാനിയിൽ തെക്കുവശത്ത് വടക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. കാളിധാരികന്മാരുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി
ക്ഷേത്രം വലം വെച്ച് കിഴക്കേ ഭാഗത്ത് നടപ്പുരയിൽ എത്തിയാൽ മേളം അവസാനിക്കും. മേളം അവസാനിക്കുന്നതോടുകൂടി കാളിദാരിക സംവാദം ആരംഭിക്കുന്നു. ഒരു ഘട്ടത്തിൽ ദാരികൻ ഭയചകിതനായി തേരിൽ നിന്നും ഇറങ്ങി ഓടുന്നു. യഥാർത്ഥത്തിൽ ദാരികൻ മായയിൽ മറയുന്നു എന്നാണ് സങ്കല്പം. കുന്നംകുളത്ത് യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി KSRTC ബസ് സ്റ്റോപ്പിൽ ഗ്യാസ് സിലിണ്ടറുകൾ. കുന്നംകുളം നഗരത്തിലെ തൃശൂർ റോഡിലെ KSRTC ബസ് സ്റ്റോപ്പിന് സമീപം ബങ്ക് കച്ചവടക്കാരൻ പലഹാരങ്ങൾ ഉണ്ടാക്കാനായി ഫുട്പാത്തിൽ കയറ്റി വെച്ചിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകൾ യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഭീഷണിയാകുന്നു. കനത്ത ചൂടുകൊണ്ട് ഉയർന്ന സമ്മർദ്ദത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാൽ വൻ ദുരന്തമാണ് സംഭവിക്കുക. ഫുട്പാത്ത് കയ്യേറിയാണ് ബങ്ക് കച്ചവടക്കാരന്റെ ചായ പലഹാര വിൽപ്പന. കടയ്ക്കകത്ത് വെച്ച് ഉപയോഗിക്കേണ്ട ഗ്യാസ് സിലിണ്ടറുകൾ പുറത്ത് യാത്രക്കാരുടെ സഞ്ചാരം തടസ്സപ്പെടുത്തി ഫുട്പാത്തിൽ വെച്ചാണ് ഉപയോഗിക്കുന്നത്. 3 സിലിണ്ടറുകൾ എപ്പോഴും പുറത്ത് ഫുട്പാത്തിലാണ് കയറ്റി വെച്ചിട്ടുള്ളത്. ബങ്ക് അനധികൃതമായി ഇരുമ്പ് ഷീറ്റിൽ മേഞ്ഞതിനെതിരെ നഗരസഭ ഇവർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ചായ പലഹാര കച്ചവടത്തിന് പുറമെ ഫുട്പാത്ത് കയ്യേറി ഇളനീർ കച്ചവടവും ഇവിടെ നടക്കുന്നുണ്ട്. ഇളനീർ കച്ചവടത്തിനായി കൊണ്ടുവന്ന നാളികേരം ഫുട്പാത്തിലാണ് കൂട്ടിയിടുന്നത്. ഇതിന്റെ ചകിരിത്തൊണ്ടുകളും ഇവിടെ കുന്നുകൂട്ടിയിട്ടുണ്ട്. കടയിലേക്ക് കൊണ്ടുവരുന്ന വെള്ളം നിറച്ച കന്നാസുകളും ഫുട്പാത്തിലാണ്. നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി കോടികൾ ചിലവഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബങ്ക് കച്ചവടക്കാർ നഗരത്തിന് ശാപമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
കാർ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസിന് പിറകിൽ നിയന്ത്രണം വിട്ട ഹോണ്ട കാർ ഇടിച്ച് കാറിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. 2 കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റം എളവള്ളി നോർത്ത് പുല്ലാനിപ്പറമ്പിൽ ഭാസ്കരൻ, ഭാര്യ രാധ ഭാസ്കരൻ, മകൾ ബിനിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെയും കൂടെ ഉണ്ടായിരുന്ന ബിനിതയുടെ മക്കളായ 5ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളെയും കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വടക്കാഞ്ചേരി റോഡിൽ വെച്ചാണ് അപകടം. ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരുന്ന ഫിസമോൻ ഫാത്തിമ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിനിടെ ഓട്ടോ പാർക്കിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയ ഓട്ടോറിക്ഷ വലത്തോട്ട് തിരിക്കുന്നതിനിടെ ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ പിറകെ വന്നിരുന്ന കാർ ബസിന് പുറകിൽ വലിയ ശബ്ദത്തോടെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും ബസിനടിയിലേക്ക് പാഞ്ഞു കയറി തകർന്നു. എയർ ബാഗ് കാരണമാണ് മുൻസീറ്റിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കില്ല. കാർ വടക്കാഞ്ചേരിയിൽ നിന്നും എളവള്ളിയിലേക്ക് പോവുകയായിരുന്നു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 19ാം വാർഷികാഘോഷം നടന്നു. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 19ാം വാർഷിക സമ്മേളനം കുന്നംകുളം ലോട്ടസ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK മുരളി അധ്യക്ഷനായിരുന്നു. CDS 1 ചെയർപേഴ്സൺ ശ്രീമതി ഷീബ ബിജു, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, മെമ്പർ സെക്രട്ടറി കാർത്തിക, നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ PM സുരേഷ്, സെക്രട്ടറി ഇൻചാർജ് ബിനോയ് ബോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീത ശശി, സുമ ഗംഗാധരൻ, മിഷ സെബാസ്റ്റ്യൻ, കുടുംബശ്രീ അക്കൗണ്ടന്റ് CS സുമി, കൗൺസിലർമാർ എന്നിവർ പ്രസംഗിച്ചു. ഒട്ടുമിക്ക വീടുകളിലും പുരുഷന്റെ വരുമാനം കുറേയേറെ ആവിയാലും വെള്ളമായും പോയിരുന്നു. അങ്ങനെ കുടുംബം ദാരിദ്ര്യത്തിലാണെന്ന ഒരു കാലഘട്ടം. സാമ്പത്തിക ഭദ്രതയാണ് ഏതൊരു വ്യക്തിയെയും അവരുടെ ആ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു വഴിയായി നമ്മൾ കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ അവർക്ക് കുടുംബത്തിനും അംഗീകാരമുണ്ട്. ആ കുടുംബത്തിന് അംഗീകാരം ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ആ കുടുംബത്തിലെ ആളുകൾ തയ്യാറാകുന്നു, സമൂഹം തയ്യാറാകുന്നു. വിപണി അടയ്ക്ക പഴയത് 4600 രൂപ മുതൽ 4650 രൂപ വരെ, പുതിയത് 4450 രൂപ മുതൽ 4750 രൂപ വരെ, രണ്ടാം തരം 3200 രൂപ മുതൽ 3650 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം താലൂക്ക് രൂപീകരണം, കെട്ടിട സമുച്ചയത്തിന് കളക്ടർ സ്ഥലം സന്ദർശിച്ചു. നമസ്കാരം, നൈസ് TV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം റോഡ് വികസനം, റിംഗ് റോഡും പട്ടാമ്പി റോഡും 19 മീറ്റർ വീതിയിൽ 1 വേ ആയി നിർമ്മിക്കും. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കുന്നംകുളത്ത് യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി KSRTC ബസ് സ്റ്റോപ്പിൽ ഗ്യാസ് സിലിണ്ടറുകൾ. കുന്നംകുളം ടൗണിൽ സ്വകാര്യ ബസിന് പുറകിൽ കാർ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDS 1 19ാം വാർഷികാഘോഷം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.